ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. നമ്മളെ ഈ ചെടികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഒരു തരം ഹരാണ് അല്ലെങ്കിൽ ഭ്രാന്താണെന്ന് തന്നെ പറയാട്ടാ. അപ്പോഴേ അതുപോലെ നമ്മൾ എന്താ പറയാ, ദൂരയാത്രകളിലോ അല്ലെങ്കിൽ വഴിയരികിലോ ഒക്കെ പോകുമ്പോൾ നമ്മൾ ചില ചെടികളെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നാറുണ്ട് അല്ലേ. തൊടാനും തലോടാനും എന്തിനേറെ അതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഗാർഡനിൽ സ്ഥാപിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിപ്പോ ഗാർഡൻ പ്ലാന്റ്സ് തന്നെ ആവണമെന്നില്ല അല്ലേ. ആ ഒരു ചെടിയുടെ ഭംഗി കണ്ടിട്ടോ പൂവിന്റെ ഭംഗി കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ കണ്ടിട്ടോ ഒക്കെ നമ്മൾ അത് സ്വന്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. അതുമല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് തൊടാനും തലോടാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. അപ്പോഴേ അത്തരത്തിലുള്ള ചെടികളുടെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, ചെടികൾ എത്ര കണ്ടാലും മതിയാവില്ല അല്ലേ. അപ്പോ ഒരു കുഞ്ഞൻ ചെടിയുടെ കുഞ്ഞൻ വിശേഷവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടാലും. എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ പ്ലാന്റ് വളരെ സുപരിചിതമായിരിക്കും. ഞാൻ ഷോർട്സിലൊക്കെ ഇടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗാർഡൻ കാണിക്കുന്ന സമയത്തും അതുപോലെ വളങ്ങളൊക്കെ ഇടുന്ന സമയത്തൊക്കെ ഇത് വീഡിയോയിൽ വരാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും സുപരിചിതമായിരിക്കും എന്ന്. ഈ ഒരു പ്ലാന്റിന്റെ പേരാണ് ഏറെ പേർക്കും അറിയാം. എന്നിരുന്നാലും ഒരിക്കൽ കൂടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഈ പ്ലാന്റിന്റെ പേരാണ് വൈറ്റ് കലേഡിയം. ഇത് മിനി വൈറ്റ് കലേഡിയാണ്. ഇതിന്റെ വലിയ സൈസും അതായത് വലിയ ലീവ്സ് ആയിട്ടുള്ളത് നമ്മുടെ പറമ്പിലും ഉണ്ട്. ഈ ഒരു പ്ലാന്റിന്റെ ലീവ്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. തിരുഹൃദയം എന്നുള്ള ഒരു പേരിന്റെ ട്ടാ, അതായത് ഹേർട്ട് ഓഫ് ജീസസ് ദ കണ്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ മാലാഖമാരുടെ ചിറകിനോടും സാദൃശ്യം ഉണ്ടെന്ന് പറയാറുണ്ട്. നിങ്ങൾക്കും തോന്നിയില്ലേ അങ്ങനെ? ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഗ്രീൻ, ഡാർക്ക് ഗ്രീനിലുള്ള വരകളും അതുപോലെ ലൈറ്റ് ഗ്രീനിലുള്ള ഒരു ബോർഡറും ഒക്കെ ആയിട്ട് എന്താ പറയാ, ശരിക്കും നമ്മുടെ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് അവിടെ സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടാ. കല്ലേടിയത്തിലൊക്കെ പൂവുണ്ടാവും, പക്ഷെ വളരെ റെയർ ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ സാധാരണ ചില ഉത്സവത്തോടനുബന്ധിച്ച് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ തിരുവോണം അല്ലെങ്കിൽ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തുമ്പ പൂവിനുള്ള പ്രാധാന്യം പോലെ തന്നെ ക്രിസ്മസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ആ കൂട്ടത്തിൽ വളരെ ഏറെ ക്രിസ്മസിന് പ്രാധാന്യമുള്ള ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടാ ഇത്. വൈറ്റ് ക്രിസ്മസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ ഹെർട്ട് ഓഫ് ജീസസ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ചേമ്പു ചെടിയുടെ ഇനത്തിൽപ്പെട്ട ഈ ഒരു ചെടിക്ക് നമ്മൾ അല്ലെങ്കിൽ ആ ചെടിയുടെ ഇലയ്ക്ക് ഹാർട്ട് ഓഫ് ജീസസ് എന്നുള്ള പേര് കൊടുത്തത് നിസ്സാരം പേര് മാത്രമായിട്ട് അല്ല കണക്കാക്കുന്നത്. അതായത് ആ ഒരു ഇലയെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ചിഹ്നത്തെ സൂചിപ്പിക്കുന്നത് അനുകമ്പയും സ്നേഹവും എന്നാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പേര് കൊടുത്തതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ വിശ്വാസം ഇപ്രകാരമാണ്: യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെയാണ് അത് സൂചിപ്പിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ക്രിസ്മസിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കലേഡിയത്തിന്റെ വൈറ്റും ഗ്രീനും അല്ലെങ്കിൽ സിൽവറും ഗ്രീനും പോലെയുള്ള ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും നമുക്ക് നമ്മുടെ ക്രിസ്മസിന്റെ ഒക്കെ സമയത്ത് അല്ലെങ്കിൽ നവംബർ ഡിസംബർ സമയത്ത് ഒരു വിന്ററി സീസൺ ആണല്ലോ, അല്ലെങ്കിൽ ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള പോലെ ഉള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുക. അതുകൊണ്ട് തന്നെ ഒരു ഹോളിഡേ തീമായിട്ട് നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ആ ഒരു ക്രിസ്മസ് എന്നുള്ള പേര് ഒരു പക്ഷെ അങ്ങനെയും ആകാം വന്നിട്ടുണ്ടാവുക. യേശു ക്രിസ്തുവിന്റെ തിരുഹൃദയം എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയും ഔട്ട്ഡോർ ആയിട്ടും വെക്കാം. നല്ല ഒരു അലങ്കാര സസ്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ മെയിൻ്റനൻസും വളരെ ഈസിയാണ്. അധികമൊന്നും പരിചരണം വേണ്ട. അതുപോലെ അത്യാവശ്യത്തിനുള്ള നനവും അതുപോലെ തന്നെ സൂര്യപ്രകാശവും കിട്ടിയാൽ മതി. നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കണം. അതുപോലെ തന്നെ ഇതിന്റെ തടത്തിലൊക്കെ ഒന്ന് നനവുണ്ടായാൽ മതി എന്ന് കരുതി ഓവർ വാട്ടറിങ്ങും വേണ്ട. അതുപോലെ തന്നെ നല്ല എയർ പ്യൂരിഫിക്കേഷന് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ പ്ലാന്റ്. നമുക്ക് ഇത് അകത്തൊക്കെ അതായത് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല എന്താ പറയാ, മനസ്സിനൊക്കെ നല്ല ശാന്തത കിട്ടുന്ന ഒരു അന്തരീക്ഷം ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജീനെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജീനെ ഇത് ആഗിരണം ചെയ്യും, നെഗറ്റീവ് എനർജീനെ കളയുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. പിന്നെ അറിയാലോ, ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ പ്ലാന്റിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിവൈൻ പ്ലാന്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ് നമ്മൾ ഇതിനെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു എന്തായാലും ആ ഒരു പ്രത്യേകതയും കൂടെ നമുക്ക് കിട്ടൂലോ.
ഈ കലേഡിയം പെട്ടെന്ന് തന്നെ മുളപൊട്ടി നല്ല തിക്കില് നമ്മുടെ പോട്ടിൽ നിറയണതാണ് കേട്ടാ. ഏകദേശം ഒരു മുക്കാൽ മീറ്ററോളം ദൂരത്തിലിരിക്കണ എന്റെ മറ്റു 2 ചട്ടികളിൽ ഇതിന്റെ കുഞ്ഞൻ തൈകള് പൊടിച്ചു വരുന്നുണ്ട് കേട്ടാ. പരാഗണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്. ശരിക്കും നമ്മുടെ കിഴങ്ങ് വർഗ്ഗത്തിൽ പെട്ടിട്ടുള്ളത് തന്നെയാണ്, അതായത് ചേമ്പ് തന്നെയാണ്. എന്നിരുന്നാലും ഇപ്പൊ ഈ മുളച്ചിട്ടുള്ളത് പരാഗണം വഴിയാണ്. ഏകദേശം മുക്കാൽ മീറ്ററോളം ദൂരെയുള്ള ചട്ടികളിലാണ് മുളച്ചിരിക്കുന്നത് കേട്ടാ. അതുപോലെ ഇത് ഒരു സീസൺ ആകുമ്പോൾ അങ്ങ് പാടെ നശിച്ചു പോണ പോലെ നമുക്ക് കാണില്ല, ഇലയൊന്നും കാണില്ല. പിന്നെ അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഇത് എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ വീണ്ടും പൊടിച്ചു വരും കേട്ടാ. ഇനി നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണതിന്റെ ഭാഗമായിട്ട് ശേഷം അങ്ങനെ നശിക്കാതെയും പോയിട്ടുണ്ട്. എന്റെ അടുത്ത് ഇപ്പോ ചുരുങ്ങിയത് 2 വർഷമായിട്ടുണ്ട്. ഇതുവരെ അത് പാടെ അപ്രത്യക്ഷമായിട്ടില്ല കേട്ടാ. കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. അപ്പൊ എന്തായാലും ആ ഒരു കുഞ്ഞന്മാര് ഞാൻ അതിൽ നിന്ന് ചട്ടിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ പോട്ടി മിക്സർ നമ്മളിവിടെ നല്ല വെള്ളം വാർച്ചുള്ള മണലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സർ ഇവിടെ എപ്പോഴും റെഡി ആയിട്ടിരിക്കും. അപ്പൊ ഒരു കുഞ്ഞ് ഭരണി ഒഴിഞ്ഞത് ഉണ്ടായിരുന്നു, അതിലേക്ക് മണ്ണ് നിറച്ചിട്ട് ഞാൻ ഈ കുഞ്ഞൻ പ്ലാന്റുകളെ അതിലേക്ക് പോട്ട് ചെയ്യാണ് കേട്ടാ. കാരണം അതും നമുക്ക് വലുതാവുന്നതിനനുസരിച്ച് മറ്റൊരു വലിയ പോട്ടിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഇത് മുള പൊട്ടി വരുന്ന അതിൽ നിന്നും അടർത്തിയിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഇതിന്റെ അടുത്ത ജനറേഷനുകളൊക്കെ അവിടെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിന് അത്യാവശ്യം ഓൺലൈൻ ഷോപ്പിലൊക്കെ വിലയുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഇത്. കാരണം ഇത് എന്താ പറയാ, നമുക്ക് ശാന്തിയും സമാധാനവും ആ ഒരു ഇലയുടെ പ്രത്യേകത കൊണ്ട് തന്നെ നമുക്ക് അതുപോലെ കളർ കോമ്പിനേഷനും ഒക്കെ നമുക്ക് ശാന്തിയും സമാധാനം ഒക്കെ തരുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഒരു ഡിവൈൻ ഇതും എന്താ പറയാ ഒരു കൺസിഡറേഷനും നമ്മൾ കൊടുക്കണ്ടല്ലോ. അപ്പൊ ആ ഒരു സമാധാനമൊക്കെ തരുന്ന ഒരു പ്ലാന്റ് ആണ്. 400 സംതിങ് 500 സംതിങ് 600 സംതിങ് എന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്തപ്പോ കാണേണ്ടായി കുഞ്ഞൊരു തൈ കേട്ടാ. അപ്പൊ എന്റെ അടുത്തുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ പ്ലാന്റിന്റെ ഒരു കുഞ്ഞു തൈ തരാനായിട്ട് തയ്യാറാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്രിസ്മസ് കലേഡിയത്തിന്റെ വിശേഷങ്ങൾ. ഇതിപ്പോ ഈ വൈറ്റും ഗ്രീനും മാത്രമല്ല കേട്ടാ, ഇതുപോലെ മറ്റ് റെഡിലും പിങ്കിലും ഒക്കെ വരുന്ന വേറെ കലേഡിയത്തിനും ക്രിസ്മസ് കലേഡിയം എന്നുള്ള ആ ഒരു പരിഗണനയുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ അതിനുണ്ട്. അതുപോലെ നമ്മുടെ ഈ കലേഡിയം എന്താ പറയാ മെഡിസിനൽ വാല്യൂസ് അല്ലെങ്കിൽ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ടോക്സിക് ആണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കുട്ടികൾക്കൊക്കെ എത്തുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ മെഡിസിനൽ വാല്യൂ ഉണ്ട് എന്ന് കരുതിയിട്ട് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് കരുതിയിട്ട് സ്വയം ചികിത്സ അരുത് എന്നും കൂടെ ഓർമ്മപ്പെടുത്താണ് കേട്ടാ. അപ്പൊ എന്റെ ഇന്നത്തെ ഈ കുഞ്ഞു കലേഡിയത്തിന്റെ വിശേഷം ഇഷ്ടായിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറവുകളോ കൂടുതലുകളോ തെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് നിങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള ഈ പ്ലാന്റിന്റെ വിശേഷം ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം എന്നും കൂടെ അപേക്ഷിക്കാണ്. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളിലൂടെ ഇനിയും കാണാം എന്ന വിശ്വാസത്തോടെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.